തുടരും. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, സിനിമാ പ്രേമം അവസാനിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്ന് തിരികെ നാട്ടിലെത്തി ടാക്സി ഓടിച്ച് ജീവിക്കുകയാണ് ഷൺമുഖൻ. ഭാര്യ ലളിതയും 2 മക്കളും അടങ്ങുന്ന കുടുംബം, ചെറിയൊരു കുടുംബം. അവർ സന്തോഷത്തോടെ കഴിയുകയാണ്. അപ്പോൾ അയാൾക്കൊരു പഴയ ഒരു അംബാസഡർ കാറുണ്ട്. ആ കാറാണ് അയാളുടെ ജീവിതമാണ്. ആ കാർ ആർക്കും ഓട്ടിക്കാനൊന്നും കൊടുക്കത്തില്ല. പക്ഷേ ഒരു ദിവസം ഷൺമുഖത്തിൻ്റെ മകനും കൂട്ടുകാരും കൂടെ ആ കാർ എടുത്ത് ഓട്ടിക്കുകയും അത് ഒരു ചെറിയൊരു അപകടം പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കാർ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നു. പക്ഷേ അവിടുത്തെ മെക്കാനിക്ക് ആ കാർ എടുത്തു പുറത്തു പോകുന്നു. ഒരു കഞ്ചാവ് കേസിൽ കാർ കസ്റ്റഡിയിലാവുന്നു. പിന്നെ ആ കാർ തിരികെ വാങ്ങാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഷൺമുഖത്തിന് നേരിടേണ്ടി വരുന്നത് അതിക്രൂരരായ പോലീസുകാരിൽ നിന്നുള്ള ഭയങ്കരമായ പീഡനങ്ങളാണ്. പിന്നെ അവിടെ ഒരു തകർപ്പൻ പോരാട്ടമാണ് പിന്നെ അവിടെ നടക്കുന്നത്. സിനിമയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഇഴച്ചിലുണ്ട്. അരമണിക്കൂർ ദൈർഘ്യം കുറയ്ക്കാമായിരുന്നു. പല സീനുകളിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. തുടക്കമൊക്കെ നല്ല ബോറടിക്കും. സ്ക്രിപ്റ്റ് അവിടെയൊക്കെ മോശമാണ് തുടക്കത്തിൽ. നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്ന് എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല തുടക്കത്തിലുള്ളത്. പക്ഷെ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴാണ് അതൊരു ത്രില്ലറായി മാറുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് മികച്ച സീനുകളുണ്ട്. ട്വിസ്റ്റുകളുണ്ടെങ്കിലും സിനിമ ഏറെക്കുറെ പ്രഡിക്റ്റബിളാണ്. തിരക്കഥ കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു. പീഡനങ്ങളൊക്കെ കാണുമ്പോൾ ദൃശ്യം സിനിമ ഓർമ്മ വരും. പക്ഷേ കഥ വ്യത്യസ്തമാണ്. ലോജിക്കൽ മിസ്റ്റേക്സും ഉണ്ട്. മൊത്തത്തിൽ ഒരു എബവ് ആവറേജ് നിലവാരത്തിലുള്ള ചിത്രമാണ്. 3.2 ഔട്ട് ഓഫ് 5 ആണ് കൊടുക്കാവുന്ന റേറ്റിംഗ്.